സയൻറ്റിഫിക്കായിട്ട് നോക്കുമ്പോൾ നമ്മളിപ്പോൾ ഒരു ജോബ് ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ജോബ് കിട്ടാൻ മാനിഫെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കുമ്പോൾ അതിനെക്കുറിച്ചുള്ള സംസാരങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ഇങ്ങോട്ട് പറയുന്നത് കാണാൻ സാധിക്കും. നിങ്ങൾ നോട്ട് ചെയ്യണത് ചെറിയ സിഗ്നൽസ് ആയിട്ടേ വരത്തുള്ളൂ. അതുപോലെ തന്നെ ചിലപ്പോൾ ഇൻ്റർവ്യൂയുടെ പല പോസ്റ്റുകൾ നിങ്ങൾ ഫേസ്ബുക്കിൽ കാണാൻ തുടങ്ങും. പിന്നെ അതുപോലെ നിങ്ങൾ വെറുതെ ഇരിക്കുമ്പം ഇന്നൊരു കമ്പനിയിൽ അപ്ലൈ ചെയ്താൽ ഇങ്ങനെ ഐഡിയാസ് വരും. മനസ്സിലാവുന്നുണ്ടോ? അപ്പം മറ്റുള്ള വ്യക്തികളിൽ നിന്നുള്ള വാക്കുകളായിട്ട് പിന്നെ നമ്മളെ തേടി ഇങ്ങോട്ട് വരുന്ന എന്തെങ്കിലുമൊക്കെ ഒരു സിഗ്നൽസ് ആയിട്ട് അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ തോന്നുന്ന ഐഡിയാസ് ആയിട്ടൊക്കെയാണ് ഈ മാനിഫെസ്റ്റേഷൻസ് വരുന്നത്. പൊതുവേ അത് വർക്ക് ചെയ്യുന്നുണ്ട്. ശരിക്കും നമ്മൾ ഒരു കാര്യം മാനിഫെസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചാൽ ആ നിമിഷം തന്നെ അത് നമ്മളിലേക്ക് വരാൻ തുടങ്ങുവാണ്. നമുക്കത് കാണാൻ പറ്റില്ല. എൻ്റെ മെൻറ്റർ ജോൺ കിഹോ സാറ് പഠിപ്പിച്ചത് ഈ ലോകത്ത് 2 ഫോഴ്സുകളേ ഉള്ളൂ. ഒന്ന് അട്രാക്ഷൻ, 2 റിപ്പൽഷൻ. മൂന്നാമതൊരു ഫോഴ്സ് ഇല്ല. ന്യൂട്രൽ എന്ന് പറഞ്ഞ സാധനമില്ല. ഒന്നുകിൽ നിങ്ങൾ അട്രാക്ട് ചെയ്യണം അല്ലെങ്കിൽ നിങ്ങൾ അതിനെ തള്ളിക്കളയണം. അട്രാക്ഷനും റിപ്പൽഷനും കൂടെ ബാലൻസ് ചെയ്ത് നിൽക്കുമ്പോൾ ന്യൂട്രൽ പോലെ ഫീൽ ചെയ്യുന്നുണ്ടാവും. മനസ്സിലായോ? അപ്പം ഞാൻ ധനം അട്രാക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ധനം എന്നിലേക്ക് വരും. പക്ഷേ ഞാൻ തന്നെ നെഗറ്റീവ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിനെ ഞാൻ റിപ്പൽ ചെയ്യും. എക്സാമ്പിൾ ഇവിടെ അട്രാക്ഷൻ ഞാനിങ്ങനെ പൈസേനെ ഇങ്ങനെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങുന്ന സമയത്ത് ഞാൻ തന്നെ കുറേ നെഗറ്റീവ് തോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൈസനെ ഞാൻ എന്ത് ചെയ്യും? ഞാൻ തന്നെ അങ്ങോട്ട് റിപ്പൽ ചെയ്ത് കളയും. അപ്പോൾ അട്രാക്ഷൻ കുറവില്ല, റിപ്പൽഷനാണ് ഭയങ്കര കൂടുതലെങ്കിൽ ഒന്നും കാണാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ റിപ്പൽഷനെ കഴിവത് ഒഴിവാക്കണം. ക്ഷമ പ്രാക്ടീസ് ചെയ്യണം, ഗ്രാറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യാം. അത് നേരത്തെ ചോദിച്ചു ഗ്രാറ്റ്യൂഡ് എന്താണെന്ന്. ഗ്രാറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസീവിങ് മോഡിൽ ഇരിക്കുക എന്നുള്ളതാണ്. നമുക്ക് ഓൾറെഡി കിട്ടിയ നന്മകൾക്ക് നമ്മൾ നന്ദി പറഞ്ഞുകൊണ്ട് ഹാപ്പി ആയിട്ടിരിക്കുക. ഈ മോഡിൽ മാത്രമേ നമ്മുടെ ബ്രെയിനിന് പുതിയ തരംഗങ്ങൾ ലൈക്ക് മാനിഫെസ്റ്റേഷൻ വൈബ്സ് എമിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ യൂണിവേഴ്സിൽ. കുറ്റം പറയുന്നവൻ എല്ലാം കുറ്റേ കാണത്തുള്ളൂ, എല്ലാത്തിലും കുറ്റേ കാണും. അവൻ്റെ കയ്യിലുള്ള നല്ല കാര്യങ്ങൾ പോലും അവന് കാണാൻ പറ്റില്ല. ടോണി റോബിൻസ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഇഫ് യു ഫോക്കസ് ഓൺ ദ മിസ്സിങ് പാർട്ട് യു വിൽ ഡൈ സാഡ്. കാരണം മരണം വരെ നമ്മുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ മിസ്സിങ് ഉണ്ടാവും.